ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു മയോണൈസിൻ്റെ റെസിപ്പി കണ്ടാലോ. ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഈ മയോണൈസ് റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇനി മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് ഈ ഒരു മയോണൈസ് ട്രൈ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തു. ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഈ മയോണൈസിന് നല്ല ടേസ്റ്റ് കൊടുക്കും. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ 1-2 അല്ലി മാത്രം ചേർത്താൽ മതി. ഇനി അല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് അല്പം തിളപ്പിച്ചാറിയ പാലാണ്. അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അരച്ചെടുത്ത് വന്നപ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, 1-2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം മതി. ഇനി നല്ല വെണ്ണ പോലെ അരിച്ചെടുക്കണം. ആവശ്യമെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇനി നമുക്ക് ഷോപ്പിൽ നിന്നും മയോണൈസ് വാങ്ങേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. കുട്ടികൾക്ക് വേണേലും കൊടുക്കാം കേട്ടോ, അത്രയധികം ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.